ബാങ്കുകളെ സംബന്ധിച്ച് ഈ ക്രെഡൻസ് അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കർഷകർക്ക്, വ്യവസായികൾക്ക്, സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക്, തൊഴിലാളികൾക്ക്, ഉദ്യോഗസ്ഥർക്ക് തുടങ്ങിയവർക്കെല്ലാവർക്കും വായ്പ ആവശ്യമാണ്. ഈ വായ്പ ലഭ്യമാക്കുന്നതിനായാലും ശരി, വരുമാനത്തിൻ്റെ ഒരു ഭാഗം സൂക്ഷിച്ചു വയ്ക്കുന്ന സമ്പാദ്യം സ്വരൂപിക്കുന്ന കാര്യത്തിലായാലും ശരി, വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന കാര്യത്തിലായാലും ശരി, ബാങ്കുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ബഹുഭൂരിപക്ഷം പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകളിലും ബാങ്കിങ് ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രെഡൻസ് ഇന്ത്യയിലെ ബാങ്കിങ് ചരിത്രം, അതുപോലെ തന്നെ ബാങ്ക് നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ക്രെഡൻസ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ആദ്യമായി നമ്മളിതിൻ്റെ ബാങ്കിങ് ചരിത്രം, ഇന്ത്യയിലെ ബാങ്കിങ് ചരിത്രത്തിലേക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിൽ ബാങ്കിങ് മേഖല പ്രവർത്തിച്ചിരുന്നു. ഒട്ടനവധി ബാങ്കുകൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആരംഭിക്കപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ആദ്യം രൂപീകരിക്കുന്നതുമായ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1770 കാലഘട്ടങ്ങളിലാണ് ഈ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആരംഭിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ 1832 കാലമായപ്പോഴേക്കും ഈ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ക്ലോസ് ചെയ്യപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതിന് ശേഷം അവരുടെ നേതൃത്വത്തിൽ തന്നെ 3 പ്രധാനപ്പെട്ട ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടു. അതായത് 3 ബാങ്കുകൾ, അത് ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മുംബൈ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ് തുടങ്ങിയ 3 ബാങ്കുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടു. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ട 3 പ്രസിഡൻസി ബാങ്കുകളെല്ലാം കൂടി 1921 ഇമ്പീരിയൽ ബാങ്ക് എന്ന പേരിൽ മെർജ് ചെയ്യപ്പെട്ടു. ഇതാണ് പിൽക്കാലത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി രൂപീകരിക്കപ്പെട്ടത്. ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ, അതായത് 1947 മുൻപ് നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അലഹബാദ് ബാങ്ക്. അതായത് 1865 കാലഘട്ടങ്ങളിലാണ് അലഹബാദ് രൂപീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് 1894 ഘട്ടങ്ങളിൽ ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് രൂപീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ 1906, അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ 1908, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1911 ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വ്യാവസായിക മേഖലയുടെയും കാർഷിക മേഖലയുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു മേഖലയായി ബാങ്കിങ് മേഖല വളർത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാന ഗവൺമെൻറ്റുകളും ബാങ്കിങ് മേഖലയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഒട്ടനവധി ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു, വിവിധ സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഒരുപാട് സാധ്യമായ എല്ലാ പരിഷ്കാരങ്ങളും വരുത്തുവാനായി ശ്രമം നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 1969 കാലഘട്ടങ്ങളിലെ ദേശസാൽക്കരണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1969 കാലഘട്ടങ്ങളിൽ 14 ബാങ്കുകളും, അത് കഴിഞ്ഞതിന് ശേഷം 1980 കാലഘട്ടങ്ങളിൽ പിന്നെ ഒരു 6 ബാങ്കുകൾ കൂടി, അങ്ങനെ മൊത്തം 20 ബാങ്കുകൾ, അതിൽ 2 മെർജ് ചെയ്ത് 19 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. ആദ്യഘട്ട ദേശസാൽക്കരണത്തിൽ 14 ബാങ്കുകളെയാണ്, അതായത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. അതായത് അലഹബാദ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ,
ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ദേന ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ 14 സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബാങ്കുകളെയാണ് ആദ്യ ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. രണ്ടാമത്തെ ഘട്ടത്തിൽ, അതായത് 1980 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. അതായത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, വിജയ ബാങ്ക്, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, കോർപ്പറേഷൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകളെയാണ് രണ്ടാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. കാരണം എന്ന് പറയുന്നത്, ദേശസാൽക്കരണത്തിന് മുൻപ് ബാങ്കുകൾ ബഹുഭൂരിപക്ഷവും സങ്കുചിതമായ ചിന്താഗതിയോടുകൂടി കോർപ്പറേറ്റ് മേഖലയിൽ മുന്നോട്ട് നിന്ന ചില വ്യവസായ യൂണിറ്റുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ സ്ഥാപിക്കപ്പെട്ടതായിരുന്നു. സാധാരണക്കാർക്ക് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു നടപടിയായിരുന്നു 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയ ദേശസാൽക്കരണം. അതിനുശേഷം ഇന്ത്യയിൽ നടന്ന വിപ്ലവകരമായ ഒരു മാറ്റമാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1991 കാലഘട്ടങ്ങളിൽ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ഒട്ടനവധി പുതിയ ബാങ്കുകൾ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടു. ഒട്ടനവധി ടെക്നോളജിക്കൽ മാറ്റങ്ങൾക്ക് വിധേയമായി. അങ്ങനെ ബാങ്കിങ് മേഖല ഇന്ത്യയുടെ കരുത്തുറ്റ ഒരു മേഖലയായി ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇന്ന് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ പലതരത്തിലുള്ള ബാങ്കുകളാണുള്ളത്. ഒന്ന് സെൻട്രൽ ബാങ്ക്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്. അതായത് ഇന്ത്യയിലെ മുഴുവൻ ബാങ്കിങ് പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. രണ്ടാമത് നമുക്ക് പറയേണ്ട ഒരു കാര്യം വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കുകളാണ്. ആ കൊമേഴ്സ്യൽ ബാങ്കുകൾ തന്നെ പല തരത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയവ. പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ മുന്നിൽ നിൽക്കുന്ന പല ബാങ്കുകളുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഫെഡറൽ ബാങ്ക്, അതുപോലെ തന്നെ ICICI ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി, അങ്ങനെ തുടങ്ങിയ നിരവധി ബാങ്കുകൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് പുറമേയാണ് വിദേശത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യയിൽ ബാങ്കുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചുകളുള്ള ബാങ്കുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിറ്റി ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, HSBC ബാങ്ക് തുടങ്ങിയവ. അപ്പോൾ ബാങ്കുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഗ്രാമീണ മേഖലയിൽ കൂടുതൽ വായ്പ ലഭ്യമാക്കുന്നതിനും വേണ്ടി നരസിംഹം കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രാജ്യത്ത് ഒട്ടനവധി റീജിയണൽ ബാങ്കുകൾ രൂപീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ 2 ബാങ്കുകളാണ് രൂപീകരിക്കപ്പെട്ടത്. അതിനെ ഇപ്പോൾ ഒന്നാക്കി. അതായത് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കുമായി മെർജ് ചെയ്ത് കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ഒറ്റ ഗ്രാമീൺ ബാങ്ക് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും 1-2 സ്റ്റേറ്റുകളിൽ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും റീജിയണൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ബാങ്കുകളിൽ തന്നെ 2 തരത്തിലുള്ള ബാങ്കുകളുണ്ട്. ഒന്ന് ഷെഡ്യൂൾഡ് ബാങ്കുകളും 2 നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളും. ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളെയാണ് ആക്ട് പ്രകാരം ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട, അതായത് സെക്കൻഡ് ഷെഡ്യൂൾ, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെക്കൻഡ് ഷെഡ്യൂളിലാണ് ഈ ഷെഡ്യൂൾഡ് ബാങ്കുകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. അങ്ങനെയുള്ള ബാങ്കുകൾ
പ്രധാനമായിട്ടും പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുണ്ട്, ഫോറിൻ ബാങ്കുകളുമുണ്ട്. നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നതിൽ പ്രധാനമായും കോപ്പറേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് കൂടുതലും ഈ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളും നോൺ ഷെഡ്യൂൾഡ് ബാങ്കുമല്ല. ഉദാഹരണമായി കേരളത്തിലുള്ള കേരള സംസ്ഥാന കോപ്പറേറ്റീവ് ബാങ്ക്, അതിൻ്റെ പിൽക്കാലത്ത് പേര് മാറ്റിയെങ്കിൽ പോലും ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആയിരുന്നു. ഇപ്പോൾ കേരള ബാങ്ക് എന്നാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും. പക്ഷേ ഇന്ന് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ പ്രധാനപ്പെട്ടതാണ് ആസാം കോപ്പറേറ്റീവ് അപെക്സ് ബാങ്ക് ലിമിറ്റഡ്, തിരുപ്പതി കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങിയവ. ഇതിന് പുറമെയാണ് ലോക്കൽ ഏരിയ ബാങ്ക്, അല്ലെങ്കിൽ LABC എന്ന് പറയും, ലോക്കൽ ഏരിയ ബാങ്കുകൾ. അത് 2013 ബാങ്കിൻ്റെ പരിഷ്കരണ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിക്കപ്പെട്ട ബാങ്കുകളാണ്. ഇതിന് പുറമെയാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ എന്ന് പറയും. അതായത് എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസുകളിൽ നിലവിലുള്ള പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്കുകൾ, അങ്ങനെ തുടങ്ങിയ പല ബാങ്കുകളും പേയ്മെൻറ്റ് ബാങ്കുകളും. ഇതിന് പുറമെയാണ് സ്മാൾ ഫിനാൻസ് ബാങ്കുകൾ. അതായത് ഇസാഫ് പോലുള്ള, ക്യാപിറ്റൽ സ്മാൾ ഫിനാൻസ് ബാങ്ക് പോലുള്ള സ്മാൾ ഫിനാൻസ് ബാങ്കുകൾ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി കാർഷിക മേഖലയ്ക്കും കോപ്പറേറ്റീവ് മേഖലയ്ക്കുമായി നമ്മൾ രൂപീകരിക്കപ്പെട്ട നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ വ്യാവസായിക ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ രൂപീകരിക്കപ്പെട്ട ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ IDBI തുടങ്ങിയ ബാങ്കുകളാണ് പ്രധാനമായും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതുക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 12 ദേശസാൽകൃത ബാങ്കുകളാണ് പ്രവർത്തിക്കുന്നത്. പ്രൈവറ്റ് ബാങ്കുകളാണെങ്കിൽ 21 സ്വകാര്യ മേഖലാ ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോക്കൽ ഏരിയ ബാങ്കുകൾ 2 എണ്ണവും, സ്മാൾ ഫിനാൻസ് ബാങ്കുകൾ 11 എണ്ണവും, പേയ്മെൻറ്റ് ബാങ്കുകൾ 6 എണ്ണവും, പ്രൈവറ്റ് ഫോറിൻ ബാങ്ക്സുകൾ 44 എണ്ണവും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 34 എണ്ണവും, റീജിയണൽ റൂറൽ ബാങ്കുകൾ 43 ബാങ്കുകളാണ്, ബ്രാഞ്ചുകളല്ല, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് വാണിജ്യ ബാങ്കുകളെക്കുറിച്ച് അല്പം വിശദമായി നമുക്ക് നോക്കാം. റിസർവ് ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് commercial banks refer to both scheduled and non-scheduled commercial banks which are regulated under Banking Regulation Act of 1949. അതായത് 1949 ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ റൂൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഷെഡ്യൂളും ഷെഡ്യൂൾ അല്ലാത്തതുമായ ബാങ്കുകളെയാണ് വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കുകൾ എന്ന് പറയപ്പെടുന്നത്. ഇതിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളും ഉൾപ്പെടും, നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളും ഉൾപ്പെടും. ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിൻ്റെ സബ്സിഡറി ബാങ്കുകളും, ഇല്ലെങ്കിൽ അസോസിയേറ്റ് ബാങ്ക്സുകളും. 2 ദേശസാൽകൃത ബാങ്കുകൾ, അതായത് 12 ദേശസാൽകൃത ബാങ്കുകളാണ് നിലവിലുള്ളത്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. അതായത് ഗവൺമെൻറ് ഈ 12 ദേശസാൽകൃത ബാങ്കുകളെ വീണ്ടും ഒന്നിപ്പിച്ച് ഏകോപിച്ചുകൊണ്ട് 1, 2, 3 ബാങ്കുകളാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഏകീകരണ പ്രക്രിയ എന്തായാലും ശരി, ഇപ്പോൾ നിലവിൽ 12 ദേശസാൽകൃത ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക് ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുന്നത്. ഇതിന് പുറമെയാണ് HSBC പോലുള്ള, സിറ്റി ബാങ്ക് പോലുള്ള ഫോറിൻ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കുകൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നരസിംഹം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട റീജിയണൽ റൂറൽ ബാങ്കുകൾ.
ഇതിലൊക്കെ പുറമെയാണ് അതർ ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുന്നത്. ആ നോൺ ഷെഡ്യൂൾഡ് ക്ലാസിഫിക്കേഷനിലാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മണിപ്പൂർ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, സിക്കിം സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, തിരുപ്പതി കോഓപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങിയവയെല്ലാം സഹകരണ മേഖലയിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് കൊമേഴ്സ്യൽ വിഭാഗത്തിൽ വരുന്ന മറ്റൊരു വാണിജ്യ ബാങ്കുകൾ. ഇനി നമുക്ക് കേരളത്തിലെ ബാങ്കുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. കേരളത്തിൽ മൊത്തം 7,921 ബാങ്ക് ബ്രാഞ്ചുകളാണ് പ്രവർത്തിക്കുന്നത്. അതായത് 2024 മാർച്ചിലെ കണക്കുകൾ വെച്ച്, അതായത് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം, അല്ലെങ്കിൽ അവരുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 8,000-ഓളം, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 7,921 ബാങ്ക് ബ്രാഞ്ചുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് പൊതുമേഖലാ ബാങ്കുകളുണ്ട്, സ്വകാര്യ മേഖലാ ബാങ്കുകളുണ്ട്, റീജിയണൽ ബാങ്കിൻ്റെ ഉണ്ട്, കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഉണ്ട്, എല്ലാം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. 7,921 ബ്രാഞ്ചുകളാണുള്ളത്. ഇതിൽ 10.7% ബ്രാഞ്ചുകളാണ് ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അതായത് 66.7% സെമി അർബൻ ഏരിയയിലും 22.6% ബ്രാഞ്ചുകൾ അർബൻ മേഖലയിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത് സെമി അർബൻ മേഖലയിലാണ് എന്നുള്ളതാണ്. ബാങ്കിങ് മേഖല ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ്. അതായത് വായ്പ എടുത്തിട്ട് കൃത്യമായും തിരിച്ചടയ്ക്കാത്തവരുടെ എണ്ണം കഴിഞ്ഞ കാലങ്ങളിലായി കുറഞ്ഞു വരികയാണ് എങ്കിൽ പോലും അവരുടെ എണ്ണം വളരെ വലുതാണ്. അപ്പോൾ ഈ ബാങ്കുകൾ വായ്പ കൊടുത്ത പണം തിരിച്ചു വരാതിരുന്നു കഴിഞ്ഞാൽ ബാങ്കുകളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. പ്രത്യേകിച്ചും സ്വകാര്യ ബാങ്കുകളുടെ നിലനിൽപ്പിനെ ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഇല്ലെങ്കിൽ കിട്ടാക്കടം വലിയ പ്രതിസന്ധിയാണ് വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ്, അതായത് AI വന്നതിന് ശേഷം ഒട്ടനവധി മാറ്റങ്ങൾക്കാണ് ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് ബാങ്കിങ് മേഖലയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ബാങ്കുകളിൽ ഓട്ടോമേഷൻ, അതുപോലെ ATMകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയവയെല്ലാം ബാങ്കുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ സസ്റ്റൈനബിലിറ്റി കണ്ടീഷൻസ് വളരെ ശക്തമാണ്. അതുപോലെ തന്നെ ആ സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ബാങ്കിങ് മേഖലയെ മാറ്റം വരുത്തേണ്ട ഒരു ആവശ്യം കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡിനനുസരിച്ച് ബാങ്കിങ് മേഖലയെ മാറ്റിയെടുക്കേണ്ട ഒരു ചുമതല കൂടി നമുക്ക് ഇന്ന് ഒരു വലിയ വെല്ലുവിളിയായി ഇരിക്കുകയാണ്. മറ്റൊരു കാര്യമാണ് ഇൻസഫിഷ്യൻസി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആവശ്യത്തിന് പണം ബാങ്കുകളുടെ കൈവശം, അതായത് ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയ്ക്ക് ആവശ്യമായ പണം സ്വരൂപിക്കാൻ ബാങ്കിങ് മേഖലയ്ക്ക് കഴിയുന്നില്ല. അതാണ് ഇന്ന് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് ഭരണപരമായ ചില ദൗർബല്യങ്ങൾ ഇന്ത്യയിലെ ബാങ്കിങ് മേഖല നേരിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി വെല്ലുവിളികളെയാണ് ഇന്ത്യൻ ബാങ്കിങ് മേഖല നേരിടുന്നത്. ഇനി നമുക്ക് പ്രധാനമായും പരീക്ഷയ്ക്ക് ബാങ്കിങ് മേഖലയുമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഇന്ത്യയിലെ ഒരു ബാങ്ക് മഹാത്മാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആ ബാങ്ക് ഏതാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. അതായത് 1919 യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത്. ആ പ്രവർത്തനം തുടങ്ങി വന്നുവെങ്കിൽ പോലും യഥാർത്ഥ പ്രവർത്തനം തുടങ്ങുന്നതും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും 1921 ബോംബെയിൽ വെച്ച് മഹാത്മാഗാന്ധിയാണ്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ 1921 മഹാത്മാഗാന്ധി ഒരേ ഒരു ബാങ്ക് മാത്രമേ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. അത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബോംബെയിലാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 1921 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമെന്ന് പറയേണ്ടത് 1919 യൂണിയൻ ബാങ്ക് തുടങ്ങിയത്. മറ്റൊരു ചോദ്യം, ഗ്രീൻ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായി ബാങ്കുകൾ സ്വരൂപിക്കപ്പെടുന്ന ഡിപ്പോസിറ്റുകളെയാണ് ഗ്രീൻ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ് പാലിക്കപ്പെടുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കും മാത്രമേ ആ ഡിപ്പോസിറ്റിൽ നിന്നും ലോൺ കൊടുക്കത്തുള്ളൂ. അത്തരത്തിലുള്ള ഒരു ഗ്രീൻ, അതായത് സസ്റ്റൈനബിലിറ്റിയെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കും കൊടുക്കുന്നതിന് ആവശ്യമായി ബാങ്കുകൾ സ്വരൂപിക്കുന്ന നിക്ഷേപത്തെ നമുക്ക് ഗ്രീൻ ഡിപ്പോസിറ്റ് എന്ന് പറയാം. അത് എല്ലാ ബാങ്കുകളും ഇപ്പോൾ സ്വരൂപിക്കുവാൻ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ ഗ്രാമീണ റൂറൽ ബാങ്ക് ഏതാണ്? അതൊരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞു, നരസിംഹം റാവു കമ്മിറ്റി, നരസിംഹം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗ്രാമീണ ബാങ്കുകൾ ആരംഭിക്കപ്പെട്ടത്. അങ്ങനെ തുടങ്ങിയ ആദ്യത്തെ ബാങ്ക് ഏതാണെന്നാണ് പ്രധാനമായും ചോദിക്കുന്നത്. അതായത് പ്രഥമ ബാങ്ക് എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. പ്രഥമ ബാങ്ക് യഥാർത്ഥത്തിൽ ഈ നരസിംഹം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 5 ബാങ്കുകളാണ് ആരംഭിക്കപ്പെട്ടത്. ഞാൻ വിശദമായി ഇതിൻ്റെ പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ 5 ബാങ്കുകളിൽ ഏറ്റവും ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് പ്രഥം ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിക്കപ്പെട്ട റീജിയണൽ റൂറൽ ബാങ്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രഥമ ബാങ്ക് എന്നുള്ളതാണ് ഉത്തരം. റൂറൽ ബാങ്ക് എന്താണെന്ന് കൂടി ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് പൊതുമേഖലാ ബാങ്കുകളായാലും ശരി, സ്വകാര്യ ബാങ്കുകളായാലും ശരി, ഗ്രാമീണ മേഖലയിലും കാർഷിക മേഖലയുടെ പ്രവർത്തനത്തിനും വേണ്ടിയാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. പക്ഷേ എങ്കിൽ പോലും ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ ആവശ്യമാണെന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു നരസിംഹം കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാദേശിക ബാങ്കുകൾ സ്പോൺസർ ചെയ്യപ്പെടുന്നത് മറ്റു പൊതുമേഖലാ ബാങ്കുകളാണ്. അപ്പോൾ അതായത് മറ്റു പൊതുമേഖലാ ബാങ്കുകളുടെ സ്പോൺസർഷിപ്പോടുകൂടി ഗ്രാമീണ മേഖലയുടെയും കാർഷിക മേഖലയുടെയും പ്രവർത്തന ക്ഷേമതയ്ക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ബാങ്കുകളെയാണ് ഗ്രാമീൺ ബാങ്കുകളെന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബാങ്കിങ് മേഖലയിൽ ആദ്യം നടപ്പിലാക്കിയ ചില പ്രവർത്തനങ്ങൾ. ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു സംശയവും തോന്നാതെ പറയണം, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. മുമ്പ് ഞാൻ പറഞ്ഞതാണ്. ഫസ്റ്റ് ബാങ്ക്, അതായത് ഇന്ത്യക്കാർ നടപ്പിലാക്കി ഇല്ലെങ്കിൽ ഇന്ത്യക്കാർ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔധ് ബാങ്കാണ്. ഇന്ത്യൻ ക്യാപിറ്റൽ, ഇന്ത്യയിലെ മൂലധനം കൊണ്ട് അല്ലെങ്കിൽ തുടങ്ങിയ ബാങ്ക്, ആദ്യത്തെ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അതുപോലെ തന്നെ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യത്തെ ബാങ്ക് കാനറ ബാങ്കാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത്
ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ആദ്യമായി ലഭ്യമാക്കിയ ബാങ്ക് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ICICI ബാങ്കാണ് അത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയ ആദ്യത്തെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യത്തെ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയ രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ പേയ്മെൻറ്റ് ബാങ്കുകളെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ കൊടുക്കുന്നു. ഇതിൽ പ്രസ്താവനകൾ പരിശോധിക്കുക, ശരിയായത് ഏതെല്ലാമാണെന്നാണ് പറയേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, ATM കാർഡുകൾ നൽകുവാൻ കഴിയും. 2, ഡെബിറ്റ് കാർഡുകൾ നൽകുവാൻ കഴിയും. ക്രെഡിറ്റ് കാർഡുകൾ നൽകുവാൻ കഴിയും. മൊബൈൽ ബാങ്കിംഗ് സേവനം നൽകുവാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതെല്ലാം സ്റ്റേറ്റ്മെൻറ്റുകൾ പേയ്മെൻറ്റ് ബാങ്കുകളെ സംബന്ധിച്ച് ശരിയാണ് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഇപ്പോൾ ഒരു പേയ്മെൻറ്റ് ബാങ്കാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. പേയ്മെൻറ്റ് ബാങ്കുകൾക്ക്, പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കുകൾക്ക് ATM കാർഡുകൾ ലഭ്യമാണോ? അവർക്ക് ഡെബിറ്റ് കാർഡുകൾ ലഭ്യമാണോ? അതുപോലെ ക്രെഡിറ്റ് കാർഡുകൾ അവർക്ക് കൊടുക്കുവാൻ കഴിയുമോ? മൊബൈൽ ബാങ്കിങ് സൗകര്യം അവർ ലഭ്യമാക്കിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുവാൻ കഴിയും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് വായ്പയോ ക്രെഡിറ്റ് കാർഡോ നൽകുവാൻ നിയമപരമായി അവകാശമില്ല. അവിടെ നിക്ഷേപം ഉള്ള അംഗങ്ങൾക്ക് അവരുടെ ബാങ്കുകളിൽ നിന്നും അവരുടെ അക്കൗണ്ടുകളിൽ നിന്നും ATM മുഖാന്തരം ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പണം ലഭ്യമാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ അവർക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് സൗകര്യവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പേയ്മെൻറ്റ് ബാങ്കുകൾ മുഖാന്തരം നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങുവാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ വായ്പാ സൗകര്യവും ബാങ്കുകൾക്ക് ലഭ്യമല്ല. അതുകൊണ്ട് ഇവിടെ ഉത്തരമെന്ന് പറയുന്നത് C ആണ്. അതായത് പ്രസ്താവന 3, അതായത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്, നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ടാണ് ഉത്തരം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉത്തരം എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം കേരള ബാങ്കിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. കേരള ബാങ്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. സഹകരണ മേഖലയിൽ ഇന്ന് 2 ടയർ സംവിധാനമാണ് ക്രെഡിറ്റ് ഫെസിലിറ്റികൾ നൽകുന്നത്. ക്രെഡിറ്റ്, അതായത് പ്രാഥമിക സഹകരണ ബാങ്കും അതിന് മുകളിലായി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമാണ് ഇന്ന് നിലവിലുള്ളത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കേരള ബാങ്കിന് നാമകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻപ്, അതായത് കേരള ബാങ്കിൻ്റെ രൂപീകരണത്തിന് മുമ്പ് കേരളത്തിൽ ത്രിതല സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഗ്രാമമേഖലയിൽ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തലങ്ങളിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും പാക്സ് എന്ന് ചുരുക്കനാമത്തിൽ പറയും. ഇല്ലെങ്കിൽ ചിലയിടത്ത് സൊസൈറ്റി എന്ന് പറയും, ചിലയിടത്ത് ബാങ്ക് എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റൂൾ അനുസരിച്ച് ബാങ്ക് എന്ന പദം പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് പോട്ടെ. അപ്പോൾ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ഒരു ഫെഡറേഷനാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കായ കേരള ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കേരള ബാങ്കിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ഇനി കൊടുത്തിരിക്കുന്നത്. ചോദ്യം ഞാൻ വായിക്കാം. കേരള ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. 1, 2019 നവംബറിൽ രൂപീകൃതമായി. ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ പരിശോധിക്കാം. ത്രിതല സംവിധാനത്തിൻ്റെ ഭാഗമാണ് കേരള ബാങ്ക്. കേരളത്തിൽ നിലവിൽ 769 കേരള ബാങ്ക് ശാഖകൾ പ്രവർത്തിക്കുന്നു.
നാലാമത്തെ പ്രസ്താവന തിരുവനന്തപുരത്താണ് ആസ്ഥാനം. ഇതിൽ നിങ്ങൾ പരിശോധിക്കേണ്ടത് നവംബർ 2019 നവംബറിലാണോ രൂപീകൃതമായത്, ത്രിതല സംവിധാനത്തിലാണോ പ്രവർത്തിക്കുന്നത്, കേരളത്തിലെ ബ്രാഞ്ചുകളുടെ എണ്ണം 769 തിരുവനന്തപുരത്താണോ ആസ്ഥാനം, ഇതിനകത്ത് ഏത് പ്രസ്താവനയാണോ എന്ന് തെറ്റ് എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇതിനകത്ത് തെറ്റ് എന്ന് പറയുന്നത് ത്രിതല സംവിധാനത്തിൻ്റെ ഭാഗമല്ല, ദ്വിതല സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതാണ് പ്രധാനമായും ഇതിനകത്ത് വന്നിരിക്കുന്ന തെറ്റ്. അതുകൊണ്ട് തന്നെ 1, 3, 4 എന്നുള്ള ഉത്തരമുള്ള സി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, വാണിജ്യ ബാങ്കുകളെ നിയന്ത്രിക്കുന്ന ഏജൻസി ആരാണ്? വാണിജ്യ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 1 കേന്ദ്ര ധനകാര്യ വകുപ്പ്, 2 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, 3 നബാർഡ്, അതായത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, 3 കേന്ദ്ര വാണിജ്യ വകുപ്പ്. ഇതിനകത്ത് ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതാണ്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കിങ് ആക്ടിവിറ്റികളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ബാങ്ക് ഏതാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നെടുങ്ങാടി ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ഫെഡറൽ ബാങ്ക്. ഇതിനകത്ത് ആദ്യത്തെ ബാങ്കായി കൊടുത്തിരിക്കുന്ന ഓപ്ഷനായ നെടുങ്ങാടി ബാങ്കാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ബാങ്കിങ് മേഖലയിൽ ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷേ ലളിതമായി നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്. ബാങ്ക് എന്ന് തുടങ്ങി എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് വരുന്നത്. പരമാവധി മാർക്ക് വാങ്ങുവാൻ കഴിയുന്ന ഒരു മേഖലയാണ് ബാങ്കിങ് മേഖല. ഇത്തരം മേഖലകളിൽ അല്ലെങ്കിൽ പ്രധാനമായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില മേഖലകളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനാവശ്യമായ വീഡിയോകൾ തയ്യാറാക്കി ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്നുള്ളതാണ് ക്രെഡൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ക്രെഡൻസ് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്രെഡൻസ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന വീഡിയോകൾ ഇനിയും കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.